എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 6ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി അതായത് മലയാളം സെക്കൻഡിലെ ഈ വർഷത്തെ ഓണപരീക്ഷ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാമെന്നാണ്. നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാ കിളികൾക്കും ഇതു ബാധകമാണ്. ഏതാണ് എല്ലാ കിളികൾക്കും ബാധകമായിട്ടുള്ളത്? ഉത്തരം കളി നിയമങ്ങൾ. ചോദ്യക്കാരൻ എങ്ങനെ നടന്നാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? ഉത്തരം വട്ടത്തിൽ നടന്ന്. ചോദ്യം ആവർത്തിച്ച ശേഷം പറയേണ്ട മറുപടി എന്താണ്? ഉത്തരം കണ്ടു കണ്ടു മുത്തശ്ശിയെ. ഈ കളിയുടെ പേരും അതുതന്നെ. ഏത്? ഉത്തരം വൃദ്ധസദനത്തിലേക്ക്. അടുത്ത ചോദ്യം കഥയിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം എന്താണ്? ഉത്തരം വാർദ്ധക്യം ബാധിച്ചവർ അവഗണിക്കപ്പെടുന്നു എന്നാണ്. അടുത്തായി വിശകലനക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. വേഗമുറങ്ങൂ എന്ന കവിതാഭാഗം അതോടൊപ്പം തന്നെ ഇവിടെ തന്നിരിക്കുന്ന കവിതാഭാഗവും ചേർത്ത് വിശകലനം ചെയ്യാനാണ് ചോദ്യം. പ്രശ്നത്തെ വിശകലനം ചെയ്ത് പ്രസക്തമായ ആശയങ്ങൾ കണ്ടെത്തുകയാണ് വിശകലനക്കുറിപ്പ് എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. നന്നായുള്ള വാക്യഘടനയും സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ചേർത്തെഴുതിയാൽ ഫുൾ മാർക്ക് തന്നെ നേടാൻ സാധിക്കും. അടുത്ത ചോദ്യം പിച്ച വെച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. ആർക്കാണ് കണ്ണീർ പൊഴിഞ്ഞത്? ഉത്തരം കുഞ്ഞുമോന്. അടുത്തതായി പ്രവർത്തനം 3 സംഭാഷണം തയ്യാറാക്കാനാണ്. സംഭാഷണം തയ്യാറാക്കുമ്പോൾ പരസ്പരം ബന്ധവും അതോടൊപ്പം തന്നെ തുടർച്ചയും പാലിക്കേണ്ടതുണ്ട്. അനുയോജ്യമായ ഭാഷ, വാക്യഘടന, പദങ്ങൾ, പ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവ ഉപയോഗിക്കേണ്ടതുണ്ട്. അടുത്തതായി പ്രവർത്തനം 4 വർണ്ണനയാണ്. നിങ്ങൾക്കുണ്ടായ ഒരു മഴയനുഭവം പങ്കുവയ്ക്കാനാണ് ചോദ്യം. നിങ്ങളുടെ ഏതനുഭവവും പങ്കുവയ്ക്കാവുന്നതാണ്. അടുത്തതായി പ്രവർത്തനം 5 ഉപന്യാസം തയ്യാറാക്കാനാണ്. തേങ്ങ എന്ന പാഠവുമായി ബന്ധപ്പെട്ടാണ്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഒരു ശീർഷകം അത്യാവശ്യമാണ്. കൂടാതെ പരമാവധി ആശയങ്ങൾ ഉൾപ്പെടുത്താനും അനുയോജ്യമായ ഭാഷ, ഉപന്യാസത്തിൻ്റെ ഘടന എന്നിവ പാലിക്കേണ്ടതും ഉപന്യാസത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അടുത്തായി ബി ആൻസർ. കിനാവ് എന്ന പദത്തിന് പകരം പദം ഏത്? ഉത്തരം സ്വപ്നം. അടുത്തതായി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ കൊച്ചു നക്ഷത്രം എന്നൊരു കവിത നൽകിയിട്ടുണ്ട്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു തലക്കെട്ട്, അതോടൊപ്പം തന്നെ അതിലെ ആശയങ്ങൾ, കൂടാതെ സ്വന്തം നിരീക്ഷണങ്ങൾ, വാക്യഘടന എന്നിവ കൂടി ഉൾപ്പെടുത്തി കവിതയിലെ പ്രയോഗഭംഗി, പദച്ചേർച്ച എന്നിവയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ബി ആൻസർ. ആരോ കരയുന്നത് കേട്ട് നട്ടപ്പാതിലേക്ക് അവൾ നടുങ്ങിയുണർന്നു. ആരുടെ കരച്ചിൽ കേട്ടാണ് അക്കമ്മ ഉണർന്നത്? ഉത്തരം മഴയുടെ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.